ഹലോ. രേണുസുതിക്ക് ക്യാൻസർ അല്ലേ? ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ, അതായത് ഇൻസ്റ്റഗ്രാം റീൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഷോർട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതേ സെയിം അവസ്ഥ. ഞാൻ വിചാരിക്കുന്നത് ഒരാൾക്ക് നമുക്ക് നമ്മളിപ്പോൾ അതായത് ഇൻഫ്ലുവൻസർ ആണ് അല്ലെങ്കിൽ ആക്ടറാണ്, വാട്ട് എവർ ഇറ്റ് ഇസ്, നമ്മൾ എന്താണോ ചെയ്യുന്നത് നമുക്കും നമ്മുടേതായ പേഴ്സണൽ ലൈഫ് ഉണ്ട്. ആ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്, ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഈ പുള്ളിക്കാരി തന്നെ അതിനകത്തൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അത് കൂടാതെ ഒരുപാട് പേര് ഈ വോയിസ് ക്ലിപ്പും പിന്നെ അതുപോലെ ഫോൺ കോൾസും പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ തപ്പിപ്പിടിച്ചുകൊണ്ട് കുറേ ഡിറ്റക്റ്റീവ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി പറയാനുള്ളത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവര് അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിമോ റീൽസോ ഷോർട്സോ അങ്ങനെ എന്തിലെങ്കിലും നമുക്ക് അതായത് നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും രേഖപ്പെടുത്താം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പബ്ലിക്കിലോട്ട് വരുന്ന സംഭവങ്ങളാണ്, നമുക്ക് അതിൻ്റെ റിവ്യൂസ് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അതർവൈസ് ആണ് ഞാനിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ഫേക്ക് ആയിട്ടുള്ളൊരു രോഗം പറഞ്ഞുകൊണ്ട് പൈസ പറ്റിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അതും പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഇത് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇതുവരെ പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനർത്ഥം പുള്ളിക്കാരി ഇതിനെപ്പറ്റി നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതായത് താല്പര്യപ്പെടുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഇതിങ്ങനെ ചെകഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ബേസിക്കലി ചോദിക്കാനുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരെന്തോ ചെയ്തോട്ടെ, അത് അവരുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് ഇൻവോൾവ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. അത് ആ ഒരു ഇപ്പോൾ ഈവൻ തോ എന്താണെങ്കിലും നമ്മളൊരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരാളാണ്, എങ്ങനെയുള്ള ആളാണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലോട്ട് ഇൻവോൾവ് ആകുമ്പോൾ അത് നമുക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കാര്യത്തെ പറ്റി നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ മുമ്പ്, നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സമയത്തിന് മുമ്പ് ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക്, അതായത് അത് ആളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചാണെങ്കിൽ നമ്മളൊന്നുകൂടെ ആലോചിച്ചിട്ടല്ലേ സംസാരിക്കേണ്ടത്. ഞാൻ ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലി, അതായത് എനിക്ക് പുള്ളിക്കാരിയുടെ ഫോളോ ചെയ്യുന്നൊന്നുമില്ല, ഞാനങ്ങനെ വീഡിയോസ് കാണലും കുറവ് തന്നെയാണ്. വല്ല ഷോർട്സും റീൽസൊക്കെ വന്ന് സ്ക്രോൾ ചെയ്യാനിടയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ കാണലുള്ളത്. സോ എന്നിട്ട് കൂടി എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് തോന്നി. സോ അതുകൊണ്ടാണ് പറയുന്നത്, ഒരാൾ ഓപ്പോസിറ്റുള്ള വ്യക്തിയെ അറിഞ്ഞതിന് ശേഷം റിയാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് തമാശക്കളിയല്ല, അതായത് തമാശയായിട്ട് പറയേണ്ട ഒരു കാര്യങ്ങളോ അല്ല. ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിപ്പോൾ ഡിഫാമേറ്ററി സെന്റൻസ് ആണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള ലയബിലിറ്റീസും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും. സോ നമ്മളെന്തായാലും നോക്കിയും കണ്ടും റിയാക്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ. എനിവേ, കൂൾ ഗുരു, ശുക്രിയ.